ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റാഷ് ക്രീം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് ബ്രാൻഡാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറ്റിയൊരു മണ്ടത്തരവും ഞാൻ കാണിച്ചു തരാം, അല്ല പറഞ്ഞു തരാം. അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ കുറേ അധികം ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ റാഷ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡും അമ്മയുമായിരുന്നു. പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ തവണ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴും ഞാൻ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പ്രൈവറ്റ് ഏരിയയൊക്കെ വൈപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഡയപ്പർ ഇടിപ്പിക്കും. അപ്പോൾ ആ ഒരു നനവിരുന്നിട്ട് റാഷ് വന്നു തുടങ്ങി. അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ളവരുടെ അടുത്ത് കുഞ്ഞുള്ളവരുടെ പറഞ്ഞപ്പോഴത്തേക്കും അവർ എന്നോട് വഴക്ക് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഓരോ തവണ ചേഞ്ച് ചെയ്യുമ്പോഴും ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കുന്നത് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ റാഷ് ക്രീം ഇട്ടത്. ഈ ബിഫോർ നാപ്പിയുടെ റാഷ് ക്രീമാണ്. ഇതാണ് ഡോക്ടേഴ്സ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തന്നെ ഞാൻ യൂസ് ചെയ്ത്. ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റാഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ വേറെ റാഷ് ക്രീമൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ 4 hours അല്ലെങ്കിൽ 4 hours മുന്നേ ആയിട്ട് ഫില്ലായി എന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴും നമ്മൾ ഈ ഡയപ്പർ മാറ്റും. അങ്ങനെ നനവ് അധികം ഇങ്ങനെ ഇരിക്കാനായിട്ട് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷ് ഒന്നും വരത്തില്ലായിരുന്നു. പിന്നെ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് വല്ല താമസം, ഇപ്പോൾ എവിടെയെങ്കിലും പുറത്താണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിന് ഒരുപാട് നേരം ഉറങ്ങുകയാണെങ്കിലൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നമ്മൾ അടുത്ത ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന മുന്നായിട്ട് നമ്മൾ റാഷ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അടുത്ത ഡയപ്പർ ഇടിയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബിഫോർ നാപ്പിയുടെ തന്നെ ഡയപ്പർ ക്രീമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് വരണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ ബാഗൊക്കെ പാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാഷ് ക്രീമും കൂടെ വെക്കാവുന്നതാണ്. എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനെന്ന് വെച്ചാൽ പല ബ്രാൻഡ്സിൻ്റെ ഡയപ്പേഴ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോന്നും വാങ്ങിച്ച് കുഞ്ഞിൽ ഞാൻ പരീക്ഷിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ടെഡിയുടെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് പാമ്പേഴ്സ് കിട്ടി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഫുള്ള് പാമ്പേഴ്സായി യൂസ് ചെയ്ത് 9 months ആയി ബേബിക്ക്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഡയപ്പറിൻ്റെ പ്രശ്നം കാരണം ഒന്നും റാഷൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിൽക്കുക, ഇങ്ങനെ പലത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് ഒരെണ്ണത്തിൽ നിൽക്കുക എന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.